നമസ്കാരം, ബംഗളൂരുവിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് ചെറിയൊരു ട്രെയിൻ യാത്രയാണ്. KGF സിനിമയില്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്തൊരു ഭാഗമുണ്ട്, കോളാർ ഗോൾഡ് ഫീൽഡ്. അവിടേക്കാണ് ഇന്ന് യാത്ര പോകുന്നത്. മെജസ്റ്റിക്കിലെ സിറ്റി റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് ഞങ്ങളിപ്പോ. ഇതിന്റെ മുഴുവൻ പേര് ക്രാന്തിവീര സംഗൊള്ളി റായണ്ണ ബംഗളൂരു സിറ്റി ജംഗ്ഷൻ എന്നാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേന്റെ കീഴിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. രാവിലെ ഇവിടുന്ന് ഡയറക്റ്റ് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇവിടുന്ന് ട്രെയിൻ ഇല്ല. ഞങ്ങൾ നേരെ കൃഷ്ണരാജപുരത്തേക്ക് പോവുകയാണ്. മെട്രോയിൽ പോകുന്നില്ല. ഇവിടുന്ന് ഈ ഒരു സമയത്ത് തന്നെ ഒരു ട്രെയിൻ ഉണ്ട്, ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ട്. അതിന് കയറിയിട്ട് നേരെ കൃഷ്ണരാജപുരം പോവാം. എന്നിട്ട് അവിടുന്ന് നേരെ നമ്മുടെ മെയിൻ റൂട്ടിലേക്കുള്ള ട്രെയിന് പോവാം. KSR ബംഗളൂരു നിന്ന് ജോളാർപേട്ടയിലേക്കുള്ള ഈ ട്രെയിനിലാണ് കൃഷ്ണരാജപുരത്തേക്ക് പോകുന്നത്. ഇത് 8:45 ഇവിടുന്ന് പുറപ്പെടുക. ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് എടുത്തത്. ഒരാൾക്ക് 10 രൂപയായുള്ളൂ. ഈ ട്രെയിനിന്റെ ഡോറൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. നമുക്ക് ഇതിലൂടെയൊക്കെ കയറാം. ഈ ഒരു കോച്ചിൽ തന്നെ കയറാം. അധികം ആൾക്കാരൊന്നും കയറിയിട്ടില്ല. ഇവിടെ ആയിട്ടിരിക്കാം. ഇത്രയല്ലേ പോകാനുള്ളൂ. നല്ല സുഖമല്ലേ അല്ലേ യാത്ര ഇനി രാവിലെ സമയത്ത്. ബംഗളൂരുവിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. 2 സ്റ്റേഷൻ കഴിയാനുണ്ട്. BMTC ബസ്സുകളൊക്കെ പോകുന്നത് കാണാം. ഇവിടെ ഈ ചുമരില് ഒരു ട്രെയിനിന്റെ കാർട്ടൂൺ വരച്ചത് കണ്ട. ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് ആണിത്. ഇത് പണ്ട് മുതലേ വരുമ്പോ ഇവിടെ കാണാറുണ്ട്. ഇതെന്തായാലും നല്ലൊരു ക്രിയേറ്റിവിറ്റി ആണ്. കാരണം ഇതിന്റെ പെയിന്റ് ഒക്കെ പോയി കേട്ടോ. കാരണം ഒരുപാട് വർഷമായി ഇപ്പൊ ഇത് ഇവിടെ വരച്ചിട്ട്. ബംഗളൂരു കണ്ടോൺമെന്റ് സ്റ്റേഷനാണിത്. ഇവിടെ കാണുന്ന ഈ ട്രെയിനില്ലേ, ഇതാണ് ഭാരത് ഗൗരവ്. യശ്വന്ത്പൂരിൽ നിന്ന് ഗയയിലേക്ക് ഉള്ള ട്രെയിനാണിത്. ടൂറിസ്റ്റ് ട്രെയിൻ. WDP 4D ഒരു പരമ്പര തന്നെ ഇവിടെ ഉണ്ട്. 1, 2, 3, 4, 5, 6 എണ്ണം. എല്ലാം കൃഷ്ണരാജപുരത്തിൻ്റെ തന്നെയാണ്. കൃഷ്ണരാജപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ എത്തി. നമ്മളിന്ന് പോകുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. മാരിക്കുപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരെ പോയി ടിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ സ്റ്റേഷന്റെ അകത്തിപ്പോൾ നല്ല തിരക്കാണ്. കാരണം ബീഹാറിലേക്ക് പോകുന്ന സംഘമിത്ര ഇപ്പം വരാനായിട്ടുണ്ട്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ ബീഹാറിലേക്ക് പോകുന്ന സംഘമിത്ര എക്സ്പ്രസ് വന്നിരിക്കുകയാണ്. ഇവിടെ അൺറിസർവ്ഡ് ആണ്. അതിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഇതിൽ യാത്ര ചെയ്തേ ഉള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈ വരെ ഒരു 1.5 അനുഭവമായിരുന്നു. ചെന്നൈ മൈസൂരു വന്ദേ ഭാരത്. പതിനൊന്ന് 5 കൃഷ്ണരാജപുരത്ത് നിന്ന് മാരിക്കുപ്പത്തേക്ക് പോകുന്ന ട്രെയിൻ ഇതാണ്. MEMU 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി വന്നത്. ഇതിന് നല്ല തിരക്കുണ്ട്. ഞങ്ങൾ എന്തായാലും കുറച്ച് പുറകിലോട്ട് പോയി കയറാം. 5 മിനിറ്റും കൂടെ ഉള്ളൂ വണ്ടി പുറപ്പെടാൻ. ഞാൻ വിചാരിച്ചു നേരത്തെ ബംഗളൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വണ്ടിയില്ലേ, അങ്ങനെ ആയിരിക്കുന്നതാണ്. ഇതാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതായത് നല്ല വിൻഡോ ആണ്. ഇതിൻ്റെ വിൻഡോ മൊത്തം ലോക്കാണല്ലോ ഇതേപോലെ. ഈ ഡോറുള്ള ഈ ഭാഗത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതായത് ഓപ്പോസിറ്റിൽ നിന്ന് വേറെ ആരും തന്നെ ഇവിടെ ഇല്ല. ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റ് ഞങ്ങൾക്ക് തോന്നിയത് ഈ ഭാഗത്താണ്. പിന്നെ നേരത്തെ ഇതിലുണ്ടായിരുന്ന ഒരു പാസഞ്ചർ ഇവിടെ ചായ കുടിച്ചില്ല, അതുപോലെ തന്നെ അവിടെയുണ്ട്.
ഇതില് ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിൽ പോലും അതിൽ പോലും അത് കളയാതെ ഈ സീറ്റിന്റെ ഇവിടെ വെച്ചത് ഒരു വല്ലാത്തൊരു അല്ലേ. അതായത് ഈ ട്രെയിനുകള് വൃത്തികേടാക്കുന്നത് ട്രെയിൻ മാത്രമല്ലല്ലോ, അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ്. ഞങ്ങൾ ഇവിടുന്ന് മാരിക്കുപ്പത്തേക്കുള്ള ടിക്കറ്റാണ് എടുത്തത്. ഒരാൾക്ക് 20 രൂപയാണ് ആയത്. പക്ഷെ അതിന് മുന്നേ ഒരു സ്റ്റേഷൻ ഉണ്ട്. ചിലപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങും, കാരണം അവിടെയാണ് ഒരുപാട് കാണാനുള്ള കാഴ്ചകളൊക്കെ ഉള്ളത്. 11:10 തന്നെ കൃഷ്ണരാജപുരത്ത് ഇതാ ട്രെയിൻ എടുത്തു. ഇതുവഴി തന്നെയാണ് റോഡും കടന്നു പോകുന്നത്. കൃഷ്ണരാജപുരം മെട്രോ സ്റ്റേഷൻ. ഇത് വൈറ്റ് ഫീൽഡ് സ്റ്റേഷനാണ്. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ട്രെയിൻ കാണുന്നില്ലേ, ഇതിൽ കാറുകളാണ് കൊണ്ടുപോവുക. പുതിയ കാറുകളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ട്രെയിനാണ്. മെമോ ട്രെയിനിൻ്റെ വിൻഡോനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, അത് ഇതാണ്. കാരണം നമുക്ക് ഇവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു ഇത് ഗ്രില്ല് ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം. ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആ ട്രെയിനാണെങ്കിൽ നല്ല വിൻഡോ ആയിരുന്നു, നല്ല രീതിയിൽ തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ പകർത്തായിരുന്നു. പക്ഷെ ഇത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടാ. ഈ ഫോൺ പുറത്തേക്ക് ഇങ്ങനെ ഈ ഭാഗത്തേക്കൊന്നും വെക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ട്രെയിൻ ഇപ്പോൾ ബംഗാരപ്പേട്ട് ജംഗ്ഷനിലെത്തിയേ. ഇവിടുന്ന് 4 റൂട്ടുകളുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ വന്ന റൂട്ട്, ഇനിയിപ്പോൾ പോകുന്ന മാരിക്കുപ്പം, പിന്നെ മറ്റൊന്നുള്ളത് ജോളാർപേട്ട്, പിന്നെ ഒന്നുള്ളത് കോളാർ. ഇവിടുന്ന് കോളാറിലേക്ക് 17 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കുപ്പം ജോളാർപേട്ട ഭാഗത്തേക്കുള്ള ആ ഒരു ട്രാക്ക് നമുക്ക് കാണാം. ഇതാണ് കുപ്പം ജോളാർപേട്ട ട്രാക്ക്. നമ്മൾ നേരെ ഇവിടുന്ന് മാരിക്കുപ്പം ഭാഗത്തേക്കുള്ള ട്രാക്കിലേക്ക് കയറി. ചിന്നക്കോട്ടെ ഹാൾട്ട് സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ആകെ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രം. BEML നഗർ എന്ന സ്റ്റേഷനാണിത്. ഇവിടൊക്കെ ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് കൃഷിയോ അങ്ങനെയൊന്നും തന്നെ ഇല്ല. അടുത്തൊരു സ്റ്റേഷനിലെത്തി. ഈ സ്റ്റേഷൻ്റെ പേര് കുറച്ച് വെറൈറ്റി ആണ്. കോറമാണ്ടൽ എന്നാണ് സ്റ്റേഷൻ്റെ പേര്. ഇന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി പോകാനുള്ളൊരു വഴി ഇതാണേ. ഇവിടെ ഓട്ടോയൊക്കെ ഉണ്ട്. എല്ലാം അടുത്തടുത്ത് തന്നെയാണ് സ്റ്റേഷനുകളൊക്കെ. കൊറമാണ്ടൽ. ഇനി അടുത്ത സ്റ്റേഷനിലാണ് നമ്മളെന്തായാലും ഇറങ്ങുന്നത്. മാരിക്കുപ്പം വരെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നില്ല. ഞങ്ങൾ ഈ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ബംഗളൂരുവിൽ നിന്ന് 67 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്റ്റേഷൻ. ഇതിൻ്റെ പേര് ഇങ്ങനെയാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ചിലപ്പോൾ അത് കറക്റ്റ് ആവണമെന്നില്ലല്ലോ. കന്നഡയിലുള്ളതാണ് കറക്റ്റായിട്ട് നോക്കേണ്ടത്. ഊരിഗാം എന്നാണ് കന്നഡയിൽ. ഊരിഗാം. അപ്പോൾ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട്
ഇവിടത്തെ കാഴ്ചകൾ ആദ്യം കാണാം. നേരത്തെ വരുമ്പോൾ നമ്മളൊരു സ്റ്റേഷൻ കണ്ടില്ലേ, BEML നഗർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്നാണ്. അതായത് ഈ കുഴക്കിണറൊക്കെ കൊഴിക്കുന്ന ഒരു രീതിയില്ല, മണ്ണ് മാന്തൽ എന്നൊക്കെ പറഞ്ഞാൽ അതായത് അതുപോലെ തന്നെ ഗതാഗതം, ഖനനം, റെയിൽവേ എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ തരം ഭാരമേറിയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് BEML. ഇവിടെ നിന്ന് ഇനിയിപ്പം ഈ ട്രാക്ക് മുറിച്ച് കിടന്ന് വേണം ഇങ്ങോട്ട് പോവാൻ. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഓട്ടോ ഒന്നും ആക്കുന്നില്ല, നമുക്ക് ഓരോ ഭാഗത്തേക്കും നടന്നിട്ട് പോവാം. KGF മൂവീൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ ഇവിടെയാണ്. അതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത്. ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നിന്നായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ഇതിലൂടെ മെയിൻ റോഡ് തന്നെയാണ് കടന്നു പോകുന്നത്. KSRTC സാരികയൊക്കെ ഇതാ ഇതുവഴി ഉണ്ട്. ഇത് മെയിൻ റോഡാണ്. ഇവിടുത്തെ അഡ്രസ്സ് നോക്കിക്കോ, ഊരിഗാം പോസ്റ്റ് KGF. അപ്പോൾ ഇതൊക്കെ KGF ആണ്. KGF എന്ന് പറഞ്ഞത് കോളാർ ഗോൾഡ് ഫീൽഡ്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ അങ്ങോട്ടുള്ളൂ. ഞങ്ങളിനിപ്പോൾ ഈ റോഡ് വഴി തന്നെ നേരെ നടക്കുകയാണ്. ഇവിടെ ഇപ്പം നല്ല വെയിലാണ്. ഒരുപാട് പ്രൈവറ്റ് ബസ്സുകളുണ്ട് ഇവിടെ. KGFന്റെ പ്രധാനപ്പെട്ട ഒരു ടൗൺഷിപ്പ് ഉണ്ട്, റോബർട്ട് സൺപെറ്റ്. റെയിൽവേ സ്റ്റേഷനിൽ 1.5 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ ഇനി നേരെ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടേക്ക് ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഖനനം ചെയ്യുന്ന ഭാഗമില്ലേ, അവിടേക്ക് നമുക്ക് വീഡിയോ എടുത്ത് പോകാനുള്ള പെർമിഷൻ ഒന്നുമില്ല. എല്ലാ ഭാഗത്തും ഒരു സ്വർണത്തിൻ്റെ ഒരു തരിയൊക്കെ എന്തായാലും ഉണ്ടാവും. കാരണം സ്വർണ്ണമാണ് ഇവിടെ നിന്ന് കൂടുതലായിട്ടും ഖനനം ചെയ്തെടുക്കുന്നത്. നല്ല വഴികളാണേ, രണ്ട് വരി ഇവിടെയൊക്കെ 4 വരി പാതയാണ്. റോബർട്ട് സൺപെറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ ടൗൺഷിപ്പുകളിൽ ഒന്നാണിത്. ഇവിടെ കന്നഡക്ക് പുറമേ തന്നെ തമിഴും ഉണ്ട്. എല്ലാ കെട്ടിടത്തിലും തമിഴ് ഭാഷയും നമുക്ക് കാണാം. ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പാണിത്. നമ്മൾ സിനിമയിലൊക്കെ കൂടുതലും KGF എന്ന് കേട്ടതല്ലാതെ നേരിട്ട് KGFലേക്ക് ആദ്യമായിട്ടാണ്. ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഇനി ഈ ഭാഗത്ത് നിന്ന് നേരെ KGF ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ഞാൻ ഇത്ര വലുതാണെന്ന് വിചാരിച്ചില്ല KGF ഒരു ടൗൺ ഏരിയ. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഇവിടെയൊക്കെ തമിഴും നമുക്ക് കാണാം. KGFൽ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉള്ള ഹോസ്പിറ്റലാണിത്. ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്ന ഒരു വഴിക്ക് തന്നെയാണ് ഹോസ്പിറ്റല്. APSRTCൻ്റെ ഇവിടെ ഇതാ KGFലെ ജനറൽ ഹോസ്പിറ്റൽ ഇവിടെയാണ്. 2 ഹോസ്പിറ്റലുകളും ഒരേ ഭാഗത്ത് തന്നെയാണ്. ഇവിടുത്തെ വൃത്തിയൊക്കെ കണ്ട നടന്നു പോകാനായാലും നല്ല ഫുട്പാത്താണ്, റോഡുകളായാലും എല്ലാം KGFൽ അടിപൊളിയാണ്. സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇതാ രാത്രിയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് മനോഹരമായിരിക്കും ഈ ഭാഗമൊക്കെ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു KGF എന്ന് പറഞ്ഞ ഈ ഒരു നഗരത്തെ, പട്ടണത്തെ
ഫേമസ് ആക്കിയത് യഷിന്റെ KGF സിനിമയിലെ കൂടെ മാത്രമാണ് കേട്ടോ. തീർച്ചയായിട്ടും വേൾഡ് വൈഡ് ആയാൽ അറിഞ്ഞല്ലോ, എല്ലാരും അറിഞ്ഞില്ലേ ലോകത്ത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം ഇപ്പൊ എനിക്ക് തോന്നുന്നു അറിയാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ആ സിനിമ കണ്ടതിന് ശേഷം ഞങ്ങളിനി ഇവിടുന്ന് നേരെ മാരിക്കുപ്പം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഒരുപാട് നടന്നല്ലോ, ഓട്ടോ ആക്കി. പിന്നെ ഇവിടെ തന്നെ മുന്നിൽ തന്നെ ഒരു പട്ടിക്കുട്ടനൊക്കെ ഉണ്ട്. ശക്തമായ വെയിലാണ്. സോളാർ ഗോൾഡ് ഫീൽഡ് ഇല്ലേ, അത് സോളാർ ഗോൾഡ് ഇല്ലേതാ, അതല്ല സിനിമ ഷൂട്ടിംഗ് அப்படி போனோம். ഇത് ചാമ്പ്യൻ ചൈനയുടെ സിനിമ ഷൂട്ടിംഗ്. അപ്പോൾ അത് അങ്ങോട്ടാണല്ലേ, ആ ഭാഗത്തേക്കാണ്. ട്രെയിനിൽ പോறீங்களா பெங்களூரு? அந்த வழியில இருக்கும் பாரு, லெஃப்ட் சைடு உட்காந்துக்கலாம் ட்ரெயின்ல. வழியிலே தெரியும் பாரு அதெல்லாம். பெங்களூர் சைடு போகும்போது லெஃப்ட் சைடு உட்காந்து. അത് എന്നേടാ അത്? ആ സ്ഥലത്തിന്റെ പേര് അത് ചാമ്പ്യൻ ഒരിക്കും ചാമ്പ്യൻ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ചാമ്പ്യൻ ഇങ്ങതാ ചാമ്പ്യൻ ഇങ്ങ നെക്സ്റ്റ് സ്റ്റേഷൻ ഇങ്ങ ചാമ്പ്യൻ ഫസ്റ്റ് മാരിക്കുപ്പം, നെക്സ്റ്റ് ചാമ്പ്യൻ, നെക്സ്റ്റ് കോരമണ്ഡൽ, നെക്സ്റ്റ് വിമൽ നഗർ, നെക്സ്റ്റ് ഓക്കെ എല്ലാം ലെഫ്റ്റ് സൈഡിലല്ലേ? ലെഫ്റ്റ് സൈഡ് ഉള്ളത്. അപ്പൊ നമുക്ക് തിരിച്ചു വരുമ്പോ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാം അല്ലേ? ഓ അങ്ങനെയാണ് കാര്യങ്ങൾ. കേരള 1 മണി സമയമുണ്ട്. നമ്മൾ വന്ന ആ ട്രെയിനില്ലേ, അത് തന്നെയാണെന്ന് തോന്നുന്നു തിരിച്ച് ബാംഗ്ലൂരിലേക്ക് 1:25 ആ ഒരു സമയത്ത്. തമിഴ് ബാക്കി കന്നഡ 25% കന്നഡ. ഓ ഇവിടെ 75% ആൾക്കാരും തമിഴന്മാരാണ്. മലയാളികളുണ്ട് ഇഷ്ടം പോലെ. ഓ അത് ശരി, എല്ലാരും ഉണ്ട് ഇവിടെ. വെറുതെ അല്ല എല്ലായിടത്തും തമിഴ് ബോർഡുകളും കാണാനായി സാധിക്കുന്നത്. മലയാളത്തിൽ പഠിക്കാറുണ്ട്. ആ നഴ്സിങ്ങിനൊക്കെ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട് ഇവിടെ. ഇന്ത്യയിൽ ആദ്യം കറണ്ട് വന്നത് ഇവിടെയാണ്. ഇന്ത്യയിലെ കറണ്ട് ബ്രിട്ടീഷ് ശിവസമുദ്രത്തിലുണ്ട്. ശിവസമുദ്രത്തിൽ അത് ഡാമാ? ഡാം. അത് ശിവസമുദ്രം ഡാമെന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ കറണ്ട് വന്നത് KGF-ലാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരാണ് കൂടുതൽ ഇവിടെ ഉണ്ടായതെന്ന് പറയും. ഇത് വേൾഡിലെ ആഴത്തിലെ 2ാമത് ഇടം. ഇത് ഏതാ? ഇതെല്ലാം പോൽ കീഴല്ല, ഒന്നല്ല. ഇത് പോൽ കീഴേ ട്രെയിൻ പോത് ഭൂമിക്കടിയിൽ ഖനനം, അതാണ് ഉദ്ദേശിക്കുന്നത്. റോഡ് തിരുപ്പണം പാரு, അങ്ങിന്ന് പോൽ ഇതെല്ലാം ബിൽഡിംഗ് കട്ട ഓടുന്നതല്ല. ബിൽഡിംഗ് அந்த மாதிரி தான் பில்டிங் இதுപോലെ അല്ലേ? എല്ലാം ചിന്ന ബിൽഡിംഗ് ഡമാൽ വിളിന്ത്രം அப்படியே ജെറ്റ് ബ്ലാസ്റ്റ് ആச்சுனா ബിൽഡിംഗ് വലിയ ബിൽഡിംഗ് പണിതിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് പോകാതെ அவ்வளவுதான் ബിൽഡിംഗ് ഇല്ല. പ്രധാനമായും இந்த பக்கம் ஏத்தலாம், ரோഡ് ஏறனீங்க இல்லையா அப்படியே ஆலாம் கெட்டி. இதெல்லாம் போல் இதெல்லாம் போல். ഇവിടെ ഖനനം ഉണ്ടല്ലോ. இப்போ நம்ம அங்க ஏறணும் இல்லையா, இது கீழே ட்ரெயின் போறோம். ட்ரெயின் ஆளுங்க போறது இல்ல. இந்த மண்ணு கோல்டு மண்ணு எடுத்துட்டு அங்க லிஃப்ட் ஆகும், அந்த மைன்ஸ்க்கு லிஃப்ட் ஆகும். மண்ணு வந்து கோல்டு. ഇന്ത്യയിലെ 5 റെയിൽവേ സ്റ്റേഷൻ KGF தான் கருது. അതെയോ? இதெல்லாம் இது റെയിൽവേ സ്റ്റേഷൻ. രണ്ടാമത് ചാമ്പ്യൻ സ്റ്റേഷൻ. അത് നമുക്ക് കാണാം. പേരിന്റെ വ്യത്യാസമല്ലേ? அவங்க ഇതെല്ലാം ബ്രിട്ടീഷുകാർ പേര് ഇതെല്ലാം. அதுதான் പേര് അങ്ങനെ. ചാമ്പ്യൻ ഒരിക്കും ഇത് ക്ലിപ്പർസ് ഇത് உங்களுக்கு கிட்டி இருந்துச்சு. இதெல்லாம் அது மண்ணு எல்லாம் வாரி போறது மண்ணு இதெல்லாம். ഈ മണ്ണല്ലതാണെന്ന് ഉള്ളവേ 200 ഫീറ്റ് താഴോട്ട് ഉള്ളിருந்து அந்த மைன்ஸுக்கு போறான்.
மண் எடுத்துக்கின்னு அதை லிஃப்ட் பண்ணி லாரியில இருந்து மில்லுக்கு எடுத்துன்னு போறோம். மில்லு நீங்க போற வழியில அம்புடம் பாருங்க, கோல்டு அடிக்கிறது மில்லெல்லாம். நம்ம இந்த பக்கம் உட்காந்துக்கோம், எல்லாம் தெரியும். இந்த பக்கம் உட்காந்துக்கோ, இந்த பக்கம் ഉட்காந்துனா கூட தெரியும் மெயின்ஸ் எல்லாம். இந்த பக்கம் உட்காந்து മില്ല്, അതായത് ഈ ഖനനം ചെയ്ത മണ്ണുകളും അതൊക്കെ ഈ ഭാഗത്താണ് കൊണ്ടുവന്നിടുന്നത്. இதுதான் உள்ள போறதுக்கு, இனி உள்ள போறது. இது மாதிரி வந்து 10 இருக்குது. இந்த மாதிரி இது சின்னது. இது அங்க எல்லாம் லிஃப்ட் ரிப்பேர் ஆயிடுச்சுன்னா அவங்க இருந்து உள்ளவே வந்து இதுல ஏறி வருவாங்க. എല്ലാ ഇടത്തും എൻട്രി இருக்கா, ரெஸ்ட்ரிக்ஷன் இருக்கா? இப்ப இல்ல, இப்போ ഇപ്പൊ ഇല്ല, സീൽ ചെയ്തു. അലോഡ് ഇല്ല ഇപ്പൊ, അലോഡ് ഇല്ല. അതായത് ഇതിന്റെ എല്ലാ അടിയിലൂടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. കാരണം മൊത്തം ഖനനം ചെയ്യുന്ന ഭാഗങ്ങളാണല്ലോ ഇവിടെ മുഴുവനും. അതെന്നാ ശരിക്കും? அது வந்து லாரியில எடுத்து மண்ணெல்லாம் அதில் போட்டுட்டு நைஸ் பவுடர் பண்ணிட்டு அது செப்பரேட் கோல்டு, அது மண் செப்பரேட் பண்ணுவாங்க. இது மாதிரி 2 இருக்குது, இங்கே ஒன்று இருக்குது, அங்கே ஒன்று இருக்குது. இது பிஸ்கெட் பண்ணி எடுத்துன்னு போகிறது. அது மில்லு, அது தண்ணிக்குது பாருது, தொட்டி மாதிரி. ഗോൾഡ് ബിസ്ക്കറ്റ് ആക്കിയിട്ട് അല്ലേ? பிஸ்கெட் பண்ணி. മാരിക്കുപ്പം റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ്. എല്ലാം വിജയകാന്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചല്ലേ? ഇതാണ് ആ സ്റ്റേഷൻ. சிமெண்ட் ரோடு இருக்குது பாரு, இது ரோடு ஃபர்ஸ்ட் கேஜிஎஃப்ல தான் போட்டது. இன்டர்வியூல எல்லாம் கேட்பாங்க கர்நாடகால எங்களுக்கு. இன்டர்வியூல இப்பதான் சந்து எல்லாம் ரோடு போடுறாங்க கவர்மெண்ட். இது പേര് என்ன? ജാക്കി. അപ്പം ரொம்ப சந்தோஷம் இருக்கு. நெட்ல போடுங்க. ஃபர்ஸ்ட் கரண்ட் இங்க தான் வந்தது. சிவசமுத்திரத்தில் தயாரிச்சு இங்க தான் வந்தது. அந்த மைன்ஸ்ல இருந்து லிஃப்ட் எடுக்கிறதுக்கு இங்க தான் வந்தது. அது 5 இருக்கும் റെയിൽവേ സ്റ്റേഷൻ. മാരിക്കുപ്പം റെയിൽവേ സ്റ്റേഷന്റെ ഒരു മുന്നിലെ കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ വലിയൊരു മരമുണ്ട്. 10 മിനിറ്റും കൂടെ ഉള്ളൂ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടാൻ. പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് ട്രെയിനിലേക്ക് കയറാം. സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരാൻ വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച. ഈ ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുക 1:25-നാണ്. ഈ സ്റ്റേഷൻ ഒരു എൻഡ് സ്റ്റേഷനാണ്. അങ്ങ് അവിടെയാണ് ട്രാക്ക് അവസാനിക്കുന്നത്. KGF സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കോലാർ ജില്ലയിലാണ്. ഇവിടെ വന്ന ശേഷം ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഞങ്ങൾ വിചാരിച്ചാണ്. പക്ഷേ പറയേണ്ട കാര്യങ്ങളെല്ലാം യാത്രയിൽ തന്നെ ഓട്ടോയിലത്തെ ചേട്ടൻ ഞങ്ങൾക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണ ഖനനത്തിന് പേര് കേട്ട ഈ ഒരു സ്ഥലമാണല്ലോ. പക്ഷേ എന്നാൽ സ്വർണത്തിൻ്റെ വിലയിലുണ്ടായ ആ ഒരു ഇടിവിനെ തുടർന്ന് 2001 ഈ ഖനി അടച്ചുപൂട്ടുകയുണ്ടായി. ഒരു കാലത്ത് ഭാരതത്തിൻ്റെ അഭിമാനമായിരുന്ന KGFന്റെ യഥാർത്ഥ ഉച്ചാരണം വരുന്നത് കോലാർ ഗോൾഡ് ഫീൽഡ് എന്നാണ്. ലോകത്തെ ആഴമേറിയ 2ാമത്തെ ഖനിയായ KGF അറിയപ്പെട്ടിരുന്നത് ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നാണ്. കാരണം ഒരുപാട് വികസന പദ്ധതികളാണ് ബ്രിട്ടീഷുകാർ KGFൽ കൊണ്ടുവന്നത്. ജപ്പാന് ശേഷം ഏഷ്യയിലെ വൈദ്യുതീകരിച്ച 2ാമത്തെ നഗരമാണ് KGF. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചത് KGFൽ നിന്നും 130 കിലോമീറ്റർ മാറി ശിവനസമുദ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കൂടാതെ തന്നെ ടെലിഫോൺ എക്സ്ചേഞ്ച്, ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷനുകൾ, റോഡുകൾ മുതലായവയെല്ലാം ബ്രിട്ടീഷുകാർ KGFൽ കൊണ്ടുവരികയുണ്ടായി. അതുപോലെ തന്നെ 1885 ഇവിടെ ഒരു ഗോൾഫ് ക്ലബ്ബ് ബ്രിട്ടീഷുകാർ പണിയുകയുണ്ടായി. ആ സമയം അത് KGFലെ ആദ്യത്തെ ക്ലബ്ബും ഇന്ന് ഇന്ത്യയിലെ പഴക്കം ചെന്ന 4ാമത്തെ ഗോൾഫ് ക്ലബ്ബുമാണ്. അതേസമയം ഇന്ത്യക്കാർക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കും യൂറോപ്യൻസിനും മാത്രമാണ് ആ ഒരു ക്ലബിൽ അംഗത്വം ഉണ്ടായിരുന്നത്. ഇനി കോലാർ ഗോൾഡ് ഫീൽഡിനെ കുറിച്ച് പൊതുവായി പറയുകയാണെങ്കിൽ KGFൽ പ്രധാനമായും 8 ഖനികളാണ് ഉണ്ടായിരുന്നത്. വൻതോതിൽ ഖനനം നടന്നിരുന്ന KGFലെ ഏറ്റവും വലിയ ഖനി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് വരുന്നത് ചാമ്പ്യൻ റീഫ് എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ട്രെയിൻ ഇറങ്ങിയല്ലോ ഉരിഗാം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ആ ഒരു സ്ഥലത്താണ് 1953 കാലത്ത് KGFലെ ഏറ്റവും ആഴമേറിയ ഖനി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ KGFലെ ഖനികൾ 3240 മീറ്റർ ആഴത്തിൽ വരെ തുറന്നതായി പറയപ്പെടുന്നു. നമ്മളിപ്പോൾ KGF വഴി യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ കൂടുതലായിട്ടും കണ്ട ഭാഷ കന്നഡയെക്കാളും തമിഴാണെന്ന് പറഞ്ഞല്ലോ. അതിനൊരു മുഖ്യമായ കാരണമുണ്ട്. ഇവിടെ മുമ്പ് ഖനി തുറന്ന സമയത്ത് പ്രദേശവാസികളായ ആൾക്കാർ ഇവിടെ തൊഴിൽ ചെയ്യാൻ ഒരു താല്പര്യപ്പെട്ടിരുന്നില്ല. ഭൂരിഭാഗം തൊഴിലാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തമിഴ് ഭാഷ കൂടുതലായിട്ട് വരാനുള്ള ഒരു കാരണവും. ഇവിടെയാണ് റെയിൽ ട്രാക്ക് എൻഡ് ആവുന്നത്. ഇന്ത്യൻ റെയിൽവേ ഇവിടെ വരെയാണ് ട്രെയിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ സ്റ്റേഷൻ്റെ വർക്കുകളൊക്കെ കാണാം. നമ്മൾ വന്ന അതേ വണ്ടി തന്നെയാണ്
തിരിച്ച് ഇവിടുന്ന് ICF MEMU മാരിക്കുപ്പം എന്നുള്ള ഒരു ബോർഡൊക്കെ ഇവിടെ കാണാം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ കയറാം. കാരണം ആൾക്കാർ മുഴുവനും കയറിയത് ആ മുൻഭാഗത്താണ്. ഇനി ട്രെയിൻ പുറപ്പെടാൻ 3 മിനിറ്റും കൂടെ ഉള്ളൂ. ഇത് ലേഡീസാണ്. ഇപ്പോൾ ലേഡീസിൽ കയറാൻ പറ്റില്ല. അതിന് തൊട്ട് മുന്നിലുള്ള ഈ കോച്ചിൽ കയറാം. ഇത് ലേഡീസല്ല. പക്ഷെ അങ്ങോട്ട് പോവാം. മാരിക്കുപ്പത്ത് നിന്ന് ഈ ട്രെയിനിന് നേരെ പോകുന്നത് KSR ബംഗളൂരു സിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ്. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. നമ്മൾ ഈ റൂട്ടിൽ കാണാത്ത ചാമ്പ്യൻ എന്ന സ്റ്റേഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി പോകുന്ന വഴിക്ക് കാണാം. അതുപോലെ തന്നെ ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ പോകുമ്പം ഇടത്തെ സൈഡിൽ കാണേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വലത്തെ സൈഡിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്കിപ്പോൾ ഈ നേരത്തെ വന്ന റൂട്ടിൽ കാണാത്ത ഭാഗത്തെ കാഴ്ചകളാണ്. നേരത്തെ കാണിച്ച വഴി ഇതാണ്. 1:25 ഇവിടുന്ന് ട്രെയിൻ എടുത്തു. പ്ലാറ്റ്ഫോമിൻ്റെ ഇതാ ഇവിടെയൊക്കെ മുഴുവനും പാറക്കല്ലുകളാണ്. സ്റ്റേഷനാകെ ഇത്രയേ ഉള്ളൂ. തിരുപ്പതി ക്ഷേത്രത്തിന്റെ ആ ഒരു ഫോട്ടോ ഒക്കെ അവിടെ കാണാം. BEML അതിന്റെ ആ ഒരു ഫോട്ടോ ഒക്കെ അവിടെ ഉണ്ട്. നേരത്തെ ഒരു മില്ലിന്റെ കാര്യം പറഞ്ഞില്ലേ, അതെങ്ങനെ അറിയോ? ഖനനം ചെയ്തെടുക്കുന്ന സ്വർണം ഈ മില്ലിൽ കൊണ്ടുപോയിട്ടാണ് ഈ ബിസ്ക്കറ്റ് രൂപത്തിൽ ആക്കുക. ഈ പണ്ട് കാലത്തെ ഓരോരോ കെട്ടിടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതിന്റെ താഴിലേക്കൊക്കെ ഖനികളുണ്ടാവും. അതായത് ശരിക്കും അതിന്റെ ആ ഒരു ഇറങ്ങുന്ന ഭാഗമൊന്നും ഇപ്പൊ ഇവിടെ കാണാൻ പറ്റില്ല. ചില ഭാഗത്ത് അതിന്റെ ആ ഒരു പോസ്റ്റുകളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റും. ഇത് അങ്ങ് അവിടെയൊക്കെ കാണുന്നില്ലേ, ഇതൊക്കെ ഇതിന്റെ ഓരോരോ ഭാഗങ്ങൾ തന്നെയാണ്. നേരത്തെ ആ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇവിടെ വലിയ കെട്ടിടങ്ങളൊന്നും വരില്ല എന്ന്. അതിന്റെ മെയിൻ റീസൺ ഇതിന്റെ താഴിലേക്കൊക്കെ ഒരുപാട് താഴ്ചയുണ്ട്. വലിയ കെട്ടിടങ്ങൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം താഴ്ന്നു പോകും. സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന തന്നെയല്ലേ ഉള്ളൂ അതൊക്കെ. അങ്ങ് അവിടെ ഒരു പള്ളി കാണാം. ഇതാണ് ചാമ്പ്യൻ സ്റ്റേഷൻ. ഇവിടെ ട്രെയിൻ 1 മിനിറ്റ് ആണ് സ്റ്റോപ്പ്. കുറേ ആൾക്കാർ ഇവിടെ നിന്നൊക്കെ കയറാനുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഒരു പേരാണ് ഇതൊക്കെ, ചാമ്പ്യൻ. ഖനനം ചെയ്തെടുത്ത ആ ഒരു ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. ഇതൊക്കെ പഴയ കെട്ടിടങ്ങളാണ്.
ഗനിയിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു വഴി നേരെ താഴോട്ട്. ഇവിടെയുള്ള വീടുകളൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ ട്രെയിൻ വന്നിറങ്ങിയ ആ ഒരു സ്ഥലത്തേക്ക് എത്തി. 3:30 ട്രെയിൻ ഇപ്പം കൃഷ്ണരാജപുരത്തെത്തി. ബംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ബൃന്ദാവൻ എക്സ്പ്രസ്, അതിന് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ്. അൺറിസർവ്ഡിൻ്റെ ഇവിടുത്തെ തിരക്കുണ്ടോ? ഇതിലാണെങ്കിൽ ഓൾറെഡി നല്ല തിരക്കാണ്. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഇവിടുന്നാണിതാ. എൻ്റെ ദൈവം, എങ്ങനെ ആൾക്കാർ കയറാനാ? നോക്കിയേ, സ്ത്രീകളും കൊച്ചു കുട്ടികൾ വരെയുണ്ട്. കയറാൻ സ്ഥലമില്ല. ഇവിടെ ഇതാ, അകത്തുള്ളവർക്ക് പുറത്തേക്കും വരാൻ പറ്റുന്നില്ല, പുറത്തുള്ളവർക്ക് അകത്തേക്കും കയറാൻ പറ്റുന്നില്ല. അവിടെയും സമാനമായ ഒരവസ്ഥ തന്നെയാണ്. ഇവിടെ ഇതാ, വലിയ ബാഗ് എടുത്ത് എങ്ങനെ കയറാനാ? ഇവിടെ ശ്വാസം പോലും കിട്ടൂല. 4:10 KSR ബംഗളൂരിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് KGFന്റെ ഒരു ഏകദേശ ധാരണ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ സിനിമേൻ്റെ കാര്യം പറയുവാണെങ്കിൽ ലൊക്കേഷൻ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. അതായത് മുംബൈയിലും ചെന്നൈയിലും, ഇവിടെ ബാംഗ്ലൂര് വിനർബ മില്ല് എന്ന് പറഞ്ഞ സ്ഥലവും, അതുപോലെ തന്നെ മൈസൂരിൽ ഈ റോക്കിയുടെയും അതുപോലെ തന്നെ ഗരുഡേൻ്റെ റെസിഡൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത് ലളിതാമഗർ പാലസ് പറഞ്ഞ സ്ഥലത്താണ്. അതെ, അതിന് പുറമെയാണ് KGFലും വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം, അതായത് ഇന്ന് തന്നെയാണ് ഞങ്ങൾ നേരെ കേരളത്തിലേക്ക് പോവുകയാണ്. ഗരീബ് രഥ് എക്സ്പ്രസ്സിലുള്ള യാത്രയാണ് അടുത്ത ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ KGFന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു മെമ്പേഴ്സിനോട് തിരക്കും. ബൈ.